Hi. Next important topic is reversing the order of integration. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിൽ നിന്നൊരു ഷുവർ ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ്. ക്വസ്റ്റ്യൻ നോക്കിയേ. ബൈ റിവേഴ്സിംഗ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to 2 ഇന്റഗ്രൽ y/2 to 1 e raised to x square dx dy. റിവേഴ്സിംഗ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞിരുന്നാൽ ഈ ഓർഡർ റിവേഴ്സ് ചെയ്തിട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. ഡയറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ആൻസർ കിട്ടും, പക്ഷെ മാർക്ക് കിട്ടില്ല. നമ്മൾ ഓർഡർ മാറ്റി തന്നെ ചെയ്യണം. എന്താണ് ഓർഡർ മാറ്റുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ഡി എക്സ് ഡി വൈ എന്നാണ് തന്നിരിക്കുന്നത്. ഈ ഓർഡർ മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി വൈ ഡി എക്സ് വെച്ച് ചെയ്യണം. ഡി വൈ ഡി എക്സ് അങ്ങനെയാണെങ്കിൽ പുതിയ ലിമിറ്റ് വരും. അതാണ് വ്യത്യാസം. അപ്പൊ നമുക്ക് അത് ഈ ക്വസ്റ്റ്യൻ ശരിയാണോ നോക്കാം. ക്വസ്റ്റ്യൻ ശരിയാണോ എന്ന് നോക്കും. ഔട്ടർ ലിമിറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കണം, ശരിയാണ്. ഇന്നർ ലിമിറ്റ് വേരിയബിൾ ആയിരിക്കണം, ഓക്കെ അല്ലേ. ഇനി എന്താണ്, ഇന്നർ ലിമിറ്റ് വരുന്നത് y ആണ്, അതുകൊണ്ട് ആദ്യം ഡി എക്സ് തന്നെ വരണം. അപ്പൊ ക്വസ്റ്റ്യൻ ശരിയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത്, ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഇവിടെ നിന്ന് റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കണം. എന്താണ് റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ? ആദ്യം ഒരു ഫിഗർ വരയ്ക്കണം. റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ ഈസ് ഗിവൺ ബൈ എന്താണ്, എക്സ് ഈക്വൽ ടു y/2. കണ്ടോ, എക്സ് ഈക്വൽ ടു y/2 ഒരു ലിമിറ്റ്. അടുത്തെന്താണ്, എക്സ് ഈക്വൽ ടു 1. അടുത്തെന്താണ്, y ഈക്വൽ ടു 0, y ഈക്വൽ ടു 2. ഇത്രയും ലിമിറ്റ് എടുക്കണം. y ഈക്വൽ ടു 0, y ഈക്വൽ ടു 2. ഇത്രയും കൂടെ ബൗണ്ട് ചെയ്ത് വരുന്ന റീജിയൻ ആണ് നമ്മുടെ റിക്വയർഡ് റീജിയൻ. അപ്പോൾ ആദ്യം ഫിഗർ വരയ്ക്കണം. ഇവിടെ ഫിഗർ മസ്റ്റ് ആണ്. ഫിഗർ വരച്ചാൽ മാത്രമേ ലിമിറ്റ് കിട്ടുള്ളൂ, അല്ലാതെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ എന്താണ്, എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് പാസിംഗ് ത്രൂ എക്സിലെ 1. എക്സിലെ 1 കൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് എക്സ് ഈക്വൽ ടു 1. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, എക്സ് ഈക്വൽ ടു 1. എക്സിലെ ഒരു പോയിന്റ് ആണ് എക്സിലെ ഒരു പോയിന്റ് 1 കൂടെ പാസ് ചെയ്ത സ്ട്രെയിറ്റ് ലൈൻ ആണ് എക്സ് ഈക്വൽ ടു 1. ഇനി y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്, y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് ആണ്. y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ്, y ഈക്വൽ ടു 0 ഈസ് എക്സ് ആക്സിസ്. എന്താണ് y ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ, വൈയിലെ ഒരു പോയിന്റ് 2 കൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ് y ഈക്വൽ ടു 2. വൈയിലെ ഒരു പോയിന്റ് 2, y ഈക്വൽ ടു 2. കണ്ടോ, y ഈക്വൽ ടു 2. ഇതെന്താണ്, എക്സ് ഈക്വൽ ടു y/2 എന്ന് പറഞ്ഞാൽ, എക്സ് ഈക്വൽ ടു y/2 എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു 2x അല്ലേ, y ഈക്വൽ ടു 2x അല്ലേ. ഇതും ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, എക്സും വൈയും ഫസ്റ്റ് ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ നമുക്ക് 2 പോയിന്റ് മതി. ആ 2 പോയിന്റ് ഏതൊക്കെ ആയിരിക്കും, അതായത് നമ്മൾ എക്സിന് 0 കൊടുക്കുകയാണെങ്കിൽ ഒന്ന് പോയിന്റ് കണ്ടുപിടിച്ച് നോക്കാം. എക്സ് വൈ, എക്സിന് 0 കൊടുക്കുകയാണെങ്കിൽ വൈക്കും 0 തന്നെ വരും. അപ്പൊ 0 0 ഒരു പോയിന്റ് ആണ്. ഇനി ഒരു പോയിന്റും കൂടെ കിട്ടിയാൽ മതി. എക്സിന് 1 കൊടുക്കുകയാണെങ്കിൽ വൈക്ക് എന്തായിരിക്കും, 2 ആയിരിക്കും അല്ലേ. എക്സിന് 1 കൊടുക്കുകയാണെങ്കിൽ വൈക്ക് 2. ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാനായിട്ട് 2 പോയിന്റ് മതി. അപ്പൊ 0 0 1 2. 0 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിൻ ആണ്. 1 2 എന്താണ്, എക്സിലെ 1, വൈയിലെ 2, ഈ പോയിന്റ് ആണ്. വൈയിലെ 2 വരച്ചപ്പോൾ കുറച്ച് താന്നു, കുറച്ചൊരു മുകളിൽ വരച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവുമായിരുന്നു. y ഈക്വൽ ടു 2. ഈ ലെങ്ത് 1 അല്ലേ, അതിനേക്കാളും കൂടി ഇരിക്കണ്ടേ. അപ്പൊ ഈ പോയിന്റ്, ഇത് രണ്ടും കൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ്. കണ്ടോ, ആ പോയിന്റ് എന്താണ്, ഈ പോയിന്റ് 1 2 ആണ്. എക്സിൽ 1 ആണ്, വൈയിൽ 2 ആണ്. ഇതെന്താണ്, y ഈക്വൽ ടു 2x എന്നാണ് നെയിം. അപ്പൊ ഇതെല്ലാം കൂടെ ബൗണ്ട് ചെയ്യുന്ന റീജിയൻ ആണ്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ള റീജിയൻ ആണ്. കറക്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ള റീജിയൻ ഏതാണ്, y ഈക്വൽ ടു 0 പറയുന്നുണ്ട്, y ഈക്വൽ ടു 0 പറയുന്നുണ്ട്, y ഈക്വൽ ടു 2 പറയുന്നുണ്ട്, y ഈക്വൽ ടു 2x പറയുന്നുണ്ട്, x ഈക്വൽ ടു 1 പറയുന്നുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് ബൗണ്ട് ചെയ്തിരുന്ന റീജിയൻ ഏതാണ്, നമ്മുടെ ഈ പോർഷൻ അല്ലേ, ഈ പോർഷൻ, ഈ ഷെയ്ഡർ റീജിയൻ അല്ലേ അല്ലേ. നമ്മുടെ ഇത് പറഞ്ഞിട്ടില്ല, y ആക്സിസ് പറഞ്ഞിട്ടില്ല, അതായത് x ഈക്വൽ ടു 0 പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് അടഞ്ഞുന്ന റീജിയൻ ഏതാണ്, ഇതുണ്ട് ഇതുണ്ട് ഇതുണ്ട്, ഈ റീജിയൻ ആണ്. ഈ ലോവർ ട്രയാങ്കുലർ റീജിയൻ ആണ് നമ്മുടെ റിക്വയർഡ് റീജിയൻ. അപ്പൊ റീജിയൻ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ്, ഒരു സ്ട്രിപ്പ് വേണം. സ്ട്രിപ്പ് എന്താണ്, നമുക്ക് ഇഷ്ടമുള്ള സ്ട്രിപ്പ് വരയ്ക്കാൻ പറ്റൂല. ഇവിടെ എന്താണ്, ഈ ക്വസ്റ്റ്യനിൽ ഇൻ ദി ക്വസ്റ്റ്യൻ
First we have to integrate with respect to x, then integrate with respect to y. On changing the order of integration, first integrate with respect to y, then with respect to x. അതായത് ഈ ക്വസ്റ്റിനകത്ത് ആദ്യം എക്സ് ചെയ്യണം പിന്നെ വൈ ചെയ്യണം എന്നാണ്. ചേഞ്ചിങ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം വൈ ചെയ്യണം പിന്നെ എക്സ് ചെയ്യണം. ആദ്യം വൈ ചെയ്യണമെങ്കിൽ ഏത് സ്ട്രിപ്പ് വേണം? ആദ്യം വൈ ചെയ്യണമെങ്കിൽ വെർട്ടിക്കൽ സ്ട്രിപ്പാണ് വേണ്ടത്. ആദ്യം എക്സ് ചെയ്യണമെങ്കിൽ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് വേണം. ആദ്യം വൈ ചെയ്യണമെങ്കിൽ വെർട്ടിക്കൽ സ്ട്രിപ്പ് വേണം. അപ്പൊ ഈ ക്വസ്റ്റിനകത്ത് എന്താണ് പറയുന്നത്? ഫസ്റ്റ് ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈ. By changing the order of integration, we have to first integrate with respect to y, then integrate with respect to x. അതുകൊണ്ട് നമുക്ക് ഏത് സ്ട്രിപ്പ് വേണം? വി നീഡ് എ വെർട്ടിക്കൽ സ്ട്രിപ്പ്. വെർട്ടിക്കൽ സ്ട്രിപ്പ് തന്നെ വരയ്ക്കണം. കണ്ടോ, നമ്മളൊരു വെർട്ടിക്കൽ സ്ട്രിപ്പ് വരച്ചു. കണ്ടോ, ഇമ്പോർട്ടന്റ് ടൈപ്പ് ആണ്. ഒരു ക്വസ്റ്റ്യൻ കിട്ടും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പറയുന്നത് ആദ്യം എക്സ് ചെയ്യണം പിന്നെ വൈ എന്നാണ്. ഓർഡർ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം വൈ പിന്നെ എക്സ്. ആദ്യം വൈ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ വെർട്ടിക്കൽ സ്ട്രിപ്പ് തന്നെ വേണം. അപ്പൊ ആ വെർട്ടിക്കൽ സ്ട്രിപ്പ് വരച്ചു. ഇനി അത് വെച്ചുള്ള ലിമിറ്റ് എടുത്താൽ മതി. പുതിയ ലിമിറ്റ് എങ്ങനെയാണ്? വൈ ഈ സ്ട്രിപ്പ് വരുമ്പോൾ എന്താണ്? വെർട്ടിക്കൽ സ്ട്രിപ്പ് വരുമ്പോൾ എന്താണ്? ഫുള്ളായിട്ട് മൂവ് ചെയ്യണ ഏതാണ്? എക്സ്. എക്സ് മൂവ്സ് ഫ്രം 0 to 1 അല്ലേ? എക്സ് മൂവ്സ് ഫ്രം 0 to 1. എക്സ് ലിമിറ്റ് കിട്ടി, ഫുൾ ലിമിറ്റ് 0 to 1. വൈ ലിമിറ്റ് എന്താണ്? വൈ വേരിയബിൾ ലിമിറ്റ് ആണ്. ഈ സ്ട്രിപ്പിന്റെ രണ്ടറ്റവും. വൈ എന്താണ്? താഴെ വൈ 0, മുകളിലെ വൈ 2x, 0 to 2x അല്ലേ? വൈയുടെ ലിമിറ്റ് എന്താണ്? വൈയുടെ ലോവർ പാർട്ടിൽ വൈ ഈക്വൽ ടു 0 ആണ്. ഈ ലൈനിലത് വൈ ഈക്വൽ ടു 0. അപ്പർ പാർട്ട് എന്താണ്? ഇതാണ്ട് ഇതില് വൈ ഈക്വൽ ടു 2x. അപ്പൊ 0 to 2x ആണ്. ലിമിറ്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി ചെയ്താൽ മതിയല്ലോ. ലിമിറ്റ് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ എന്ത് വേണം? നമുക്ക് വേണ്ടത് ഇന്റഗ്രൽ 0 to 2 ഇന്റഗ്രൽ y by 2 to 1 e raised to x square dx dy ആണ് ചെയ്യേണ്ടത്. നമ്മൾ ചേഞ്ച് ചെയ്യുന്നപ്പോൾ എന്തായി? ഇങ്ങനെ ചെയ്താൽ മാർക്ക് കിട്ടൂല. ഇങ്ങനെ എന്താ ചെയ്യണം? പുതിയ ലിമിറ്റ് ആയി. പുതിയ ലിമിറ്റ് ഏതാണ്? 0 to 1 ഔട്ടർ ലിമിറ്റ് ആണ്. 0 to 1 ഔട്ടർ ലിമിറ്റ്. ഇന്നർ ലിമിറ്റ് 0 to 2x e raised to x square. ആദ്യം ഏത് വേണം? തിരിച്ച് നമ്മൾ dy ആണ് ആദ്യം, പിന്നെ dx. കറക്റ്റ് ആണോ നോക്കി നോക്ക്. ഔട്ടർ ലിമിറ്റ് 0 to 1 ആണ്. അപ്പൊ dx തന്നെ ഏറ്റവും ഔട്ടർ. ഇന്നർ ലിമിറ്റ് 0 to 2x ആണ്. അപ്പൊ dy. ശരിയല്ലേ? ഇനി എന്താണ്? നമുക്ക് വേണ്ട ഈ പോർഷൻ ചെയ്യണം. എന്ത് വരും? ഇന്റഗ്രൽ 0 to 1 വിത്ത് റെസ്പെക്ട് ടു y ആണ് ചെയ്യണത്. അപ്പൊ e raised to x square കോൺസ്റ്റന്റ്. e raised to x square into y. yക്ക് 0 to 2x ആണ് dx. അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ 0 to 1 e raised to x square 2x dx. ഇതല്ലേ? ഇനി ഈ ഇന്റഗ്രേഷൻ ചെയ്താൽ മതി. ഈ ഇന്റഗ്രേഷൻ എങ്ങനെ ചെയ്യും? നമുക്ക് എക്സ് സ്ക്വയറിന് ടി എന്ന് കൊടുത്താലേ പറ്റുള്ളൂ അല്ലേ? എക്സ് സ്ക്വയറിന് ടി എന്ന് കൊടുക്കാം. അപ്പൊ എന്ത് വരും? എക്സ് സ്ക്വയറിന് ടി എന്ന് കൊടുത്താൽ ഡെറിവേറ്റീവ് എന്താണ്? 2x dx ഈക്വൽ ടു dt. സബ്സ്റ്റിറ്റ്യൂഷൻ അതല്ലേ പറ്റുള്ളൂ. e raised to x square 2x എന്നാണ്. അപ്പൊ എക്സ് സ്ക്വയറിന് ടി എന്ന് കൊടുത്തു. അപ്പൊ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ 2x dx ഈക്വൽ ടു dt ആണ്. അപ്പൊ എന്തായി? ഇന്റഗ്രൽ e raised to x square എന്താണ്? t ആണ്. 2x dx dt ആണ്. എന്താണ് ഇന്റഗ്രൽ ഓഫ് e raised to t? e raised to t ആണ്. e raised to t എന്ന് പറഞ്ഞാൽ എന്താണ്? x square ആണ്. ഇനി ഞാൻ ലിമിറ്റ് കൊടുക്കാം 0 to 1. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ടിയിലോട്ട് മാറ്റി കഴിഞ്ഞു. ഇന്റഗ്രേറ്റ് ചെയ്ത് തിരിച്ച് എക്സിലോട്ട് മാറ്റിയിട്ടേ ലിമിറ്റ് കൊടുക്കാവൂ. എന്താണ്? നമ്മൾ ടിയിലോട്ട് മാറ്റി ഇന്റഗ്രേഷൻ കഴിഞ്ഞു. തിരിച്ച് എക്സിലോട്ട് റീപ്ലേസ് ചെയ്തിട്ട് വേണം ലിമിറ്റ് കൊടുക്കാൻ. ഇത് എക്സിന്റെ ലിമിറ്റ് ആണ്, അല്ലാതെ ടിയുടെ ലിമിറ്റ് അല്ല. അപ്പൊ എന്ത് വരും? ഇനി ഞാൻ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? e raised to 1 minus e raised to 0 അല്ലേ? അപ്പൊ ആൻസർ എന്താണ്? ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ e minus 1 എന്നാണ്. ഓക്കെ. Next question is evaluate the integral by reversing the order of integration. ഇവിടെ ഈ ഓർഡർ റിവേഴ്സ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ മാർക്ക് കിട്ടൂല. ഓർഡർ റിവേഴ്സ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇതൊരു KT ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇമ്പോർട്ടന്റ് ടൈപ്പ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഒരു ക്വസ്റ്റ്യൻ കാണും. എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ക്വസ്റ്റ്യൻ കറക്റ്റ് ആണോ നോക്കണം. ക്വസ്റ്റ്യൻ കറക്റ്റ് ആണോ? ഔട്ടർ ലിമിറ്റ് കോൺസ്റ്റന്റ് ആണ്. ശരി. ഇന്നർ ലിമിറ്റ് വേരിയബിൾ. ഓക്കെ. ഇന്നർ ലിമിറ്റിൽ എക്സ് ആയതുകൊണ്ട് ആദ്യം dy.
ക്വസ്റ്റ്യൻ കറക്റ്റ് ആണ്. കറക്റ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അങ്ങോട്ട് മാറ്റിയിടും. ഔട്ടർ ലിമിറ്റ് കിടക്കുന്നത് വേരിയബിൾ ആണെങ്കിൽ നമ്മൾ അതിനെ അകത്തോട്ട് മാറ്റിയിടും. ഔട്ടർ ലിമിറ്റ് കോൺസ്റ്റന്റ് ലിമിറ്റ് ആയിരിക്കണം, ഇന്നർ ലിമിറ്റ് വേരിയബിളും ആയിരിക്കണം. ഇവിടെ എക്സ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ വൈ ആണ് വരേണ്ടത്, ഇവിടെ വൈ ആണ് വരുന്നതെങ്കിൽ അവിടെ എക്സ് വരണം. അതും കൂടെ നോക്കിക്കൊള്ളണം. അപ്പോൾ ക്വസ്റ്റ്യൻ കറക്റ്റ് ആണ്. ഇനി എന്താണ്, ഹിയർ ദ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ ഈസ് ഗിവൺ ബൈ, എന്താണ് റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ? റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ ഈസ് ഗിവൺ ബൈ y ഈക്വൽ ടു 4x. റീജിയൻ വരയ്ക്കണം, ഒരു ഫിഗർ വരയ്ക്കണം. y ഈക്വൽ ടു 4x. പിന്നെ എന്താണ്, y ഈക്വൽ ടു 4, y ഈക്വൽ ടു 4, x ഈക്വൽ ടു 0, x ഈക്വൽ ടു 1, x ഈക്വൽ ടു 0, x ഈക്വൽ ടു 1. ഇത്രയും കൂടെ ബൗണ്ട് ചെയ്ത് വന്ന റീജിയൻ ആണ്. ഒരു ഫിഗർ വരയ്ക്കണം. ഈ y ഈക്വൽ ടു 4x ആദ്യം നമുക്ക് ബാക്കിയെല്ലാം വരയ്ക്കാം. x ആക്സിസ്, y ആക്സിസ്. എന്താണ് x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ? x ഈക്വൽ ടു 0 ഈസ് y ആക്സിസ്, x ഈക്വൽ ടു 0 ഈസ് y ആക്സിസ്. x ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ എന്താണ്? എക്സിലെ 1ൽ കൂടെ പോകുന്ന സ്ട്രൈറ്റ് ലൈൻ ആണ്. എക്സിലെ 1ൽ കൂടെ പോകുന്ന സ്ട്രൈറ്റ് ലൈൻ ആണ്. y ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ എന്താണ്? വൈയിലെ ഒരു പോയിന്റ് 4ൽ കൂടെ പോകുന്ന സ്ട്രൈറ്റ് ലൈൻ ആണ്. y ഈക്വൽ ടു 4. വൈയിലെ ഒരു പോയിന്റ് 4ൽ കൂടെ പോകുന്ന സ്ട്രൈറ്റ് ലൈൻ ആണ് y ഈക്വൽ ടു 4. ഇനി എന്ത് പറയുന്നുണ്ട്? y ഈക്വൽ ടു 4x എന്ന് പറഞ്ഞാൽ അതും സ്ട്രൈറ്റ് ലൈൻ ആണ്. y ഈക്വൽ ടു 4x എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ലൈൻ ആണ്. രണ്ട് പോയിന്റ് കിട്ടിയാൽ പോരെ? രണ്ട് പോയിന്റ് എന്താണ്? എക്സും വൈക്കും, എക്സിന് 0 കൊടുത്താൽ വൈക്കും 0 തന്നെ കിട്ടും. എക്സിന് 1 കൊടുത്താൽ വൈക്ക് 4 കിട്ടും അല്ലേ? അപ്പൊ 0 0യും 1 4 രണ്ട് പോയിന്റ് മതി സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാൻ. 0 0 നമ്മുടെ ഒറിജിൻ ആണ്. 1 4 എന്താണ്? എക്സിലെ 1ഉം വൈയിലെ 4ഉം വേണ്ട ഈ പോയിന്റ് 1 4 കൂടി പോകുന്ന സ്ട്രൈറ്റ് ലൈൻ ആണ്. അപ്പൊ എങ്ങനെ വരയ്ക്കാം? വളഞ്ഞു നേരെ വരയ്ക്കണം. അതിന്റെ പേരെന്താണ്? y ഈക്വൽ ടു 4x. നമ്മുടെ റീജിയൻ അല്ല, നമ്മൾ എല്ലാം വരച്ചു കഴിഞ്ഞു. ഇനി എന്താണ്? x ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഇതാണ്. y ഈക്വൽ ടു 4 ഉണ്ട്, y ഈക്വൽ ടു 4x ഉണ്ട്. അപ്പൊ കറക്റ്റ് ബൗണ്ടറി റീജിയൻ ഏതാണ്? ഇനി x ഈക്വൽ ടു 1 പറയുന്നുണ്ട്, പക്ഷെ ഇത് പറയുന്നില്ല. അപ്പൊ ഇത് എന്താണ്? ബൗണ്ടഡ് അല്ല. അപ്പൊ കറക്റ്റ് ബൗണ്ടറി റീജിയൻ ഏതാണ്? കണ്ട ഈ ഭാഗമാണ്. കറക്റ്റ് ആയിട്ട് ബൗണ്ടറി വന്ന് ക്ലോസ്ഡ് ആയിട്ട് വന്ന റീജിയൻ, കറക്റ്റ് ബൗണ്ടറീസ് വന്ന് ക്ലോസ്ഡ് ആയിട്ട് വന്ന റീജിയൻ ഏതാണ്? ഈ അപ്പർ ട്രയാങ്കുലർ പാർട്ടാണ്. ഈ ലോവർ ട്രയാങ്കുലർ പാർട്ടിൽ എന്ത് പറ്റി? ഈ പോർഷൻ പറയുന്നില്ല. ഇത് രണ്ടുപേ ഉള്ളൂ, അപ്പോൾ ഓപ്പൺ ആണ്. ഇനി എന്ത് വേണം? ഇഷ്ടമുള്ള സ്ട്രിപ്പ് വരയ്ക്കാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ എന്താണ്? റിവേഴ്സിംഗ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ എന്നാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇനി നോക്കുക. ഇൻ ദി ക്വസ്റ്റ്യൻ ഫസ്റ്റ് വി ഹാവ് ടു ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു y, ദെൻ വിത്ത് റെസ്പെക്ട് ടു x അല്ലേ? ഈ ക്വസ്റ്റിനകത്ത് ആദ്യം y ഇന്റഗ്രേറ്റ് ചെയ്യണം, പിന്നെ x എന്നാണ്. ബൈ ചേഞ്ചിങ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ വി ഹാവ് ടു ഇന്റഗ്രേറ്റ് ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു x, ദെൻ വിത്ത് റെസ്പെക്ട് ടു y അല്ലേ? ഇതിന്റെ ഓർഡർ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം x ചെയ്യണം, പിന്നെ y ചെയ്യണം. ആദ്യം x ചെയ്യണമെങ്കിൽ ഏത് വേണം? വി നീഡ് എ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ്. ആദ്യം x ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് വേണം? വി നീഡ് എ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ്. അപ്പോൾ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് തന്നെ വരയ്ക്കണം, വെർട്ടിക്കൽ വരച്ചാൽ ശരിയാവില്ല. ഹൊറിസോണ്ടൽ തന്നെ വരയ്ക്കണം. കണ്ടോ? നമ്മളിവിടെ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് വരച്ചു. ഇപ്പൊ എന്താണ് പറ്റിയത്? ഈ ക്വസ്റ്റ്യന്റെ ആദ്യം വിത്ത് റെസ്പെക്ട് വൈയും പിന്നെ വിത്ത് റെസ്പെക്ട് വൈ എക്സും. ഓൺ ചേഞ്ചിങ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ ഫസ്റ്റ് വി ഹാവ് ടു ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈ. ഹിയർ വി നീഡ് എ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ്. ഒരു ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് വരച്ചു. ഇനി ലിമിറ്റ് എടുത്താൽ മതി. സ്ട്രിപ്പ് വരെ ആയി കഴിഞ്ഞു. ലിമിറ്റ് എന്താണ്? ഫുള്ളായിട്ട് മൂവ് ചെയ്യണ ഏതാണ്? വൈ ആണ്. വൈ വേരീസ് ഫ്രം 0 to 4. കണ്ടോ? 0 മുതൽ 4 വരെ വൈ വേരി ചെയ്യും. y varies from 0 to 4. അപ്പൊ y ആണ് കോൺസ്റ്റന്റ് ലിമിറ്റ്. x എന്താണ്? ആ സ്ട്രിപ്പിന്റെ രണ്ടറ്റം എടുത്താൽ മതി. x എന്താണ്? ഈ സ്ട്രിപ്പിന്റെ രണ്ടറ്റം. ഇവിടെ എന്താണ്? x ഈക്വൽ ടു 0. ഇവിടെ എന്താണ്? x ഈക്വൽ ടു y ബൈ 4. y ഈക്വൽ ടു 4x അല്ലേ? അപ്പൊ x ഈക്വൽ ടു y ബൈ 4. അപ്പൊ x 0 to y ബൈ 4 അല്ലേ? അല്ലേ? ഇതാ x എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ x ഈക്വൽ ടു 0. ഇവിടെ എന്താണ്? y ഈക്വൽ ടു 4x. അപ്പൊ x ഈക്വൽ ടു y ബൈ 4. അപ്പൊ 0 to y ബൈ 4 ആണല്ലോ. രണ്ട് ലിമിറ്റും കിട്ടിക്കഴിഞ്ഞ് അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ 4x to 4 e raised to minus y square dy dx ആണ് ചെയ്യേണ്ടത്. ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ മാർക്ക് കിട്ടില്ല. ചേഞ്ച് ചെയ്തപ്പോൾ എന്തായി? ഡബിൾ ഇന്റഗ്രൽ. ചേഞ്ച് ചെയ്തപ്പോൾ എന്താണ്? ഔട്ടർ ലിമിറ്റ് 0 to 4, ഇന്നർ ലിമിറ്റ് 0 to y by 4. നമ്മുടെ ഫംഗ്ഷൻ e raised to minus y square.
ചേഞ്ച് ചെയ്തപ്പോൾ ഡി എക്സ് ഡി വൈ കണ്ടോ. ഇത് കറക്റ്റ് ആണോ നോക്ക്. ഔട്ടർ ലിമിറ്റ് 0 to 4 ആണ്, അത് വൈയുടേത് ഡി വൈ. ഇന്നർ ലിമിറ്റ് 0 to y/4 ആണ്, എക്സിൻ്റെത് ഡി എക്സ്. കറക്റ്റ് ആണ്. അപ്പൊ ഇത് തന്നെ ചെയ്യണം. ഇനി എന്താണ്, ഇതാണ്ട് ഈ ഇന്നർ പാർട്ട് ഓഫ് ദി ഇന്റഗ്രേഷൻ ചെയ്യാം. അപ്പൊ ഇന്റഗ്രൽ 0 to 4 കോൺസ്റ്റന്റ് ആണ്. ഇനി എന്താണ്, ഇന്റഗ്രൽ ഓഫ് e raised to minus y square dx എന്താണ്, e raised to minus y square കോൺസ്റ്റന്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് dx, x വരും 0 to y/4 dy. കണ്ടോ, ഈ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തായി, ഇന്റഗ്രൽ 0 to 4 e raised to minus y square y/4 dy. ആ 1/4 വെളിയിലാക്കാം. 1/4 ഇന്റഗ്രൽ 0 to 4 e raised to minus y square y dy. ഇനി എന്ത് ചെയ്യും, ഇതൊക്കെ ചെയ്യാനായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡേ പറ്റുള്ളൂ. അതായത് y സ്ക്വയറിനെ t എന്ന് കൊടുക്കാം. y സ്ക്വയറിനെ t എന്ന് കൊടുത്താൽ ഡെറിവേറ്റീവ് എടുക്കാം. y സ്ക്വയറിനെ 2y dy ഈക്വൽ ടു dt. അപ്പം y dy എന്താണ്, y dy dt/2 ആണ്, dt/2. അപ്പൊ എന്തായിട്ട് മാറി, അതായത് ഒരു 1/4 വെളിയിലുണ്ട്. ഇന്റഗ്രൽ 0 to നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നില്ല, നമ്മൾ t കൊണ്ട് മാറ്റിയില്ലേ, e raised to minus t by dy ക്ക് പകരം dt/2. കണ്ടോ, ഈ 2 കൂടെ വെളിയിൽ വരും 1/8. എന്താണ് ഇന്റഗ്രൽ ഓഫ് e raised to minus t? e raised to minus t by minus 1 അല്ലേ. അതായത് -1/8 ഇൻറ്റു e raised to minus എന്താണ് t എന്ന് പറഞ്ഞാൽ, റീപ്ലേസ് ചെയ്യാം, e raised to minus y square. ഇനി എന്താണ്, അതിന് ലിമിറ്റ് ഉണ്ട്, 0 to 4 ലിമിറ്റ് ഉണ്ട്, വൈയിലോട്ട് മാറിയില്ലേ, 0 to 4 ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റും കൂടെ കൊടുത്തു നോക്കാം. അപ്പൊ എന്ത് വരും, -1/8 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ e raised to minus 16 minus e raised to 0. അപ്പൊ എന്താണ്, -1/8 ഇൻറ്റു e raised to minus 16 minus 1. ആ മൈനസിന് അകത്തോട്ട് ഏറ്റവും എന്ത് വരും, 1/8 ഇൻറ്റു 1 minus e raised to minus 16 എന്ന് വരും. ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഇതും എന്താണ്, റിവേഴ്സിംഗ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ തന്നെയാണ് ചേഞ്ചിങ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ. ഓർഡർ ചേഞ്ച് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ആദ്യം എന്താണ്, ക്വസ്റ്റ്യൻ ശരിയാണോ നോക്കാം. അതെന്താണ്, ഔട്ടർ ലിമിറ്റ് കോൺസ്റ്റന്റ്, ഓക്കെ. ഇന്നർ ലിമിറ്റ് വേരിയബിൾ ആയിരിക്കണം. ഇന്നർ ലിമിറ്റിൽ y ആയതുകൊണ്ട് ആദ്യം dx. ക്വസ്റ്റ്യൻ ശരിയാണ്. ക്വസ്റ്റ്യൻ ശരിയല്ലെങ്കിൽ നമ്മൾ പരസ്പരം റീചേഞ്ച് ചെയ്ത് ഇട്ടാൽ മതി, പരസ്പരം മാറ്റി ഇട്ടാൽ മതി. ഇപ്പൊ എന്താണ്, ക്വസ്റ്റ്യൻ ശരി തന്നെയാണ്. ഇനി എന്ത് കണ്ടുപിടിക്കണം, ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ. എന്താണ് റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ, y equal to root y അല്ല x equal to root y. Region of integration is given by x equal to root y, x equal to 2. Region of integration is given by x equal to root y, x equal to 2. Then y equal to 0, y equal to 4. y equal to 0, y equal to 4. ഇത്രയാണ്. എന്താണ് ഈ x equal to root y എന്ന് പറഞ്ഞാൽ, x equal to root y എന്ന് പറഞ്ഞാൽ സ്ക്വയർ ചെയ്യുമ്പോഴേ x square equal to y എന്നാണ്. അതായത് y equal to x square എന്ന് പറഞ്ഞാൽ നമ്മുടെ പരാബോളയാണ്. പരാബോള നമുക്ക് റീജിയൻ വരച്ച് നോക്കാം, x ആക്സിസും y ആക്സിസും. എന്താണ് ഈ y equal to x square എന്ന് പറഞ്ഞാൽ, വൈയിലോട്ട് തിരിഞ്ഞിരിക്കുന്ന പരാബോളയാണ്, ഒരു സ്റ്റാൻഡേർഡ് പരാബോളയാണ്. y ആക്സിസിലോട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു പരാബോളയാണ് y equal to x square. അതാദ്യം വരച്ചു. ഇനി എന്ത് വേണം, y equal to 0 എന്ന് പറഞ്ഞാൽ എന്താണ്, x ആക്സിസ്. y equal to 0 എന്ന് പറയുമ്പോൾ x ആക്സിസ്, y equal to 0. അടുത്തെന്താണ്, y equal to 4 എന്ന് പറയുമ്പോൾ എന്താണ്, yയിലെ ഒരു പോയിന്റ് 4ൽ കൂടെ പോകുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ, y equal to 4. y equal to 4. ഇനി എന്ത് വേണം, x equal to 2. x equal to 2 എന്ന് പറയുന്നത് എക്സിലെ ഒരു പോയിന്റ് 2, അത് കറക്റ്റ് ഈ പോയിന്റ് ആണ് വരുന്നത്. x equal to 2. അപ്പൊ നമ്മൾ വരച്ച അനുസരിച്ച് ഈ പോയിന്റ് എന്താണ്, 2, 4 ആണ്. ശരിയാണെന്ന് നോക്കാം. ഈ y equal to x സ്ക്വയറും ഈ y equal to 4 കൂടെ സോൾവ് ചെയ്ത് നോക്കാം. ആ പോയിന്റ് കിട്ടുമോ നോക്കാം. y equal to x സ്ക്വയറും y equal to 4 കൂടെ സോൾവ് ചെയ്ത് നോക്കാം.
നമ്മൾ കറക്റ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ കറക്റ്റ് ഫിഗർ കിട്ടും. നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്ത് കറക്റ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യാമല്ലോ. അപ്പം y = x² എന്ന് പറയുമ്പോൾ വൈയിലോട്ടിരിക്കുന്ന പരാബോളയാണ്. y = 4 ഉണ്ട്. ഇനി എന്താണ്? y = 4 അല്ലേ? അപ്പൊ 4 = x² ആണ്. അപ്പൊ x എന്താണ്? അതിന്റെ റൂട്ടാണ് 2, ±2 വരും. പക്ഷെ ഇവിടുത്തെ പോർഷൻ അല്ലേ, അപ്പൊ +2. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ്? y 4 ആണ് നല്ലത്. അപ്പൊ 2 4, ആ പോയിന്റ് 2 4 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ റീജിയൻ എന്താണ്? x = 2 എന്ന് പറയുന്നുണ്ട്, x = 2 എന്ന് പറയുന്നുണ്ട്, y = x² എന്ന് പറയുന്നുണ്ട്, പിന്നെ y = 0 പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും വരുന്ന ബൗണ്ടറി റീജിയൻ ഏതാണ്? എന്താ? ഈ റീജിയൻ ആണ്. ഇതാണ് നമ്മുടെ റിക്വയർഡ് റീജിയൻ. കണ്ടോ? കൃത്യമായിട്ട് ക്ലോസ്ഡ് ആയിട്ട് വന്ന റീജിയൻ. അപ്പം ഇത് വന്നപ്പോൾ എന്ത് വന്നു? ഈ പോർഷനാണ് വന്നത്. ഇനി എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ചേഞ്ചിങ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദി ഗിവൺ ക്വസ്റ്റ്യൻ ഫസ്റ്റ് വി ഹാവ് ടു ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു x, then with respect to y. On changing the order of integration, first we have to integrate with respect to y, then with respect to x. Here we need a vertical strip. അതായത് ഈ ക്വസ്റ്റിനകത്ത് ആദ്യം എക്സും പിന്നെ വൈയും ആണ്. ഓർഡർ ചേഞ്ച് ചെയ്യുമ്പോൾ ആദ്യം വൈയും പിന്നെ എക്സും. ആദ്യം വൈ ചെയ്യണമെങ്കിൽ വെർട്ടിക്കൽ സ്ട്രിപ്പ് തന്നെ വേണം. ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് വരയ്ക്കുക. ഇനി ലിമിറ്റ് എടുക്കാം. ലിമിറ്റ് എങ്ങനെ പോകും? എക്സ് ആണ് ഫുള്ളായിട്ട് മൂവ് ചെയ്യുന്നത്. എക്സ് എങ്ങനെ മൂവ് ചെയ്യും? എക്സ് വേരീസ് ഫ്രം 0 to 2 വരെ അല്ലേ? എക്സ് വേരീസ് ഫ്രം 0 to 2. എക്സ് ആണ് ഫുള്ളായിട്ട് മൂവ് ചെയ്യുന്നത്. ഈ ഒറിജിൻ മുതൽ ഈ പോയിന്റ് വരെ പോകും. എക്സ് വേരീസ് ഫ്രം 0 to 2. വൈ ആണെങ്കിലോ ഈ സ്ട്രിപ്പിന്റെ രണ്ട് അറ്റമാണ്. ഇവിടെ താഴെ 0, y = 0, മുകളിൽ x², 0 to x². y വേരീസ് ഫ്രം 0 to x². y എന്താണ്? ഇവിടത്തെ y 0 ആണ്, ഇവിടത്തെ y കർവിന്റെ y x² ആണ്. അപ്പൊ 0 to x² ആണ്. അപ്പൊ ലിമിറ്റ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇത് ചെയ്താൽ മതിയല്ലോ. നമുക്ക് ഇതാണ് ചെയ്യേണ്ടത്. ഇന്റഗ്രൽ 0 to 4 ഇന്റഗ്രൽ √y to 2 e⁻x³ dx dy dx അല്ലെ, dx dy ഇതാണ് ചെയ്യേണ്ടത്. നമ്മൾ ചേഞ്ച് ചെയ്യുന്നപ്പോൾ എന്തായി? ഔട്ടർ ലിമിറ്റ് എക്സിൻ്റെത് 0 to 2, ഇന്നർ ലിമിറ്റ് വൈക്ക് 0 to x², e⁻x³ ആണ്. ചേഞ്ച് ചെയ്തപ്പോൾ dy dx ഇതാണ് വേണ്ടത്. ഇത് ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞാലും നമുക്ക് ചെയ്യാൻ പാടാണ്. എങ്ങനെ ചെയ്യും? നമ്മൾ ഇതിനെ ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞാലും ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ബുദ്ധിമുട്ട് വരുന്ന കേസിൽ നമുക്ക് ഓർഡർ ചേഞ്ച് ചെയ്യുമ്പോൾ പുതിയ ലിമിറ്റ് കിട്ടും. അങ്ങനെ ചെയ്യാൻ പറ്റും. ഇത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓർഡർ ചേഞ്ച് ചെയ്താലേ ചെയ്യാൻ പറ്റുള്ളൂ. ചില കേസിൽ നമുക്ക് ഇന്റഗ്രേഷൻ ബുദ്ധിമുട്ടാകുമ്പോഴത്തേക്ക് നമുക്ക് ഓർഡർ ചേഞ്ച് ചെയ്യുമ്പോൾ പുതിയ ലിമിറ്റ് കിട്ടും. അപ്പം ചെയ്യാൻ സിമ്പിൾ ആയിട്ട് വരും. നമ്മളിത് ചെയ്യും. ഇന്റഗ്രൽ 0 to 2 എന്താണ്? e⁻x³ dy. e⁻x³ കോൺസ്റ്റന്റ് ആണ്. dy-ക്ക് y എന്ന് വരും. 0 to x², പിന്നെ ഒരു dx കൂടെ അല്ലേ? അപ്പൊ ഇന്റഗ്രൽ 0 to 2 e⁻x³ ലിമിറ്റ് കൊടുക്കുമ്പോൾ x² dx. ഇനി എങ്ങനെ ചെയ്യും? e⁻x³ x² dx ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. x³ t എന്ന് കൊടുക്കാം. x³ t എന്ന് കൊടുക്കാം. അപ്പൊ ഡെറിവേറ്റീവ് എന്താണ്? 3x² dx = dt എന്ന് വരും. അപ്പൊ x² dx എന്താണ്? x² dx എന്ന് പറഞ്ഞാൽ dt/3 ആണ്. dt/3 ആണ്. അപ്പൊ ഇതെന്താവും? ഇന്റഗ്രൽ e⁻x³ t x² dx ന് dt/3. എന്താണ് ഇന്റഗ്രൽ ഓഫ് e⁻t തന്നെ ഒരു /3 കൂടെ ഉണ്ട്. ശരി, e⁻t ഒരു /3 കൂടെ ഉണ്ട്. ഇനി എന്താണ്? e⁻t എന്ന് പറഞ്ഞാൽ എന്താണ്? x³ റീപ്ലേസ് ചെയ്യാം. e⁻x³ /3. ഇനി ലിമിറ്റ് ഉറപ്പായിട്ട് കൊടുക്കണം. ലിമിറ്റ് എന്താണ്? 0 to 2. ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? e⁻2³ അതായത് e⁻a മൈനസ് e⁻0 1/3 എന്ന് കിട്ടും. ഇതാണ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to a ഇന്റഗ്രൽ y to a/x² + y² dx dy by changing the order of integration. അപ്പൊ ഇതേ ടൈപ്പ് തന്നെയാണ്. ചേഞ്ച് ചെയ്തിട്ടേ ചെയ്യാവൂ. ആദ്യം ക്വസ്റ്റ്യൻ ശരിയാണോ നോക്കാം. ഔട്ടർ ലിമിറ്റ് കോൺസ്റ്റന്റ് ആണ്, ഇന്നർ ലിമിറ്റ് വേരിയബിൾ ആണ്. ഓക്കെ. ഇന്നർ ലിമിറ്റിൽ y ആയതുകൊണ്ട് ആദ്യം dx. ക്വസ്റ്റ്യൻ ഓക്കെ ആണ്. ഇനി എന്താണ്? റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ ഈസ് ഗിവൺ ബൈ x = y, x = a.
റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ ഈസ് ഗിവൺ ബൈ എക്സ് ഈക്വൽ ടു വൈ, എക്സ് ഈക്വൽ ടു എ. ഇനി എന്താണ്? y ഈക്വൽ ടു 0, y ഈക്വൽ ടു എ. y ഈക്വൽ ടു 0, y ഈക്വൽ ടു എ. റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ ഇത് വെച്ച് വരയ്ക്കണം. അതായത് എക്സ് ഈക്വൽ ടു വൈ, എക്സ് ഈക്വൽ ടു എ, y ഈക്വൽ ടു 0, y ഈക്വൽ ടു എ. ഫിഗർ വരയ്ക്കാം. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. എന്താണ് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുമ്പോൾ? എക്സ് ഈക്വൽ ടു എ എന്ന് പറയുമ്പോൾ എക്സിലെ ഒരു പോയിന്റ് എയിൽ കൂടെ പോകുന്ന സ്ട്രൈറ്റ് ലൈൻ. എക്സിലെ ഒരു പോയിന്റ് എ. അപ്പൊ എയിൽ കൂടെ പോകുന്ന സ്ട്രൈറ്റ് ലൈൻ ആണ് എക്സ് ഈക്വൽ ടു എ. വൈ ഈക്വൽ ടു എ എന്താണ്? വൈയിലെ ഒരു പോയിന്റ് എയിൽ കൂടെ പോകുന്ന സ്ട്രൈറ്റ് ലൈൻ ആണ് വൈ ഈക്വൽ ടു എ. അപ്പൊ ഈ പോയിന്റ് എന്താണ്? എ. ഈ പോയിന്റ് ഓറിജിനാണ് 0, 0. ഇനി എന്ത് പറയുന്നുണ്ട്? എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്നുണ്ട്. എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുമ്പോൾ എന്താണ്? 0, 0, 1, 1, 2, 2, എയിൽ കൂടെ പാസ് ചെയ്യുന്ന സ്ട്രൈറ്റ് ലൈൻ അല്ലേ? 2 പോയിന്റ് മതി. എക്സും വൈയും ഈക്വൽ ആണ്. അപ്പൊ 0, 0 ആണെങ്കിൽ എ. 2 പോയിന്റ് മതി. 0, 0യും എയും കൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് എക്സ് ഈക്വൽ ടു വൈ. അപ്പൊ എക്സ് ഈക്വൽ ടു വൈ പറയുന്നുണ്ട്, എക്സ് ഈക്വൽ ടു എ പറയുന്നുണ്ട്, പിന്നെ എന്താണ്? വൈ ഈക്വൽ ടു എ പറയുന്നുണ്ട്, y ഈക്വൽ ടു 0, y ഈക്വൽ ടു 0 എന്നത് എക്സ് ആക്സിസ് ആണ്. y ഈക്വൽ ടു 0 എക്സ് ആക്സിസ്. അപ്പൊ കംപ്ലീറ്റ്ലി ബൗണ്ടഡ് റീജിയൻ ഏതാണ്? കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞു വന്ന റീജിയൻ അല്ല, ഈ ക്ലോസ്ഡ് റീജിയൻ ആണ്. ഇവിടെ ഏത് സ്ട്രിപ്പ് വേണം? ഇഷ്ടമുള്ള സ്ട്രിപ്പ് വരയ്ക്കാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ ഇൻ ദ ഗിവൺ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈ. ഓൺ ചേഞ്ചിങ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ വി ഹാവ് ടു ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ, ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഹിയർ വി നീഡ് എ വെർട്ടിക്കൽ സ്ട്രിപ്പ്. ഈ ക്വസ്റ്റിനകത്ത് ആദ്യം എക്സും പിന്നെ വൈയും അത്രയും സ്റ്റെപ്പ് എഴുതണം. എന്താണ്? ആദ്യം എക്സ് ചെയ്യണം, പിന്നെ വൈ ചെയ്യണം. നമ്മൾ ഓർഡർ ചേഞ്ച് ചെയ്യുമ്പോൾ ആദ്യം വൈയും പിന്നെ എക്സും. ആദ്യം വൈ ചെയ്യണമെങ്കിൽ നമുക്ക് വെർട്ടിക്കൽ സ്ട്രിപ്പ് തന്നെ വേണം. ആദ്യം വൈ ചെയ്യണമെങ്കിൽ വെർട്ടിക്കൽ സ്ട്രിപ്പ് തന്നെ വേണം. നമ്മളൊരു വെർട്ടിക്കൽ സ്ട്രിപ്പ് വരച്ചു. കണ്ടോ? ഇനി ലിമിറ്റ് എടുക്കാം. ലിമിറ്റ് എടുക്കുമ്പോൾ എന്താണ്? ഫുള്ളായിട്ട് മൂവ് ചെയ്യുന്നത്. എക്സ് വേരീസ് ഫ്രം 0 ടു എ. എക്സ് 0 മുതൽ എ വരെ ഫുള്ളായിട്ട് മൂവ് ചെയ്യും. എക്സ് വേരീസ് ഫ്രം 0 ടു എ. വൈ ആണെങ്കിലോ ഈ സ്ട്രിപ്പിന് രണ്ടറ്റവും y ഈക്വൽ ടു 0, y ഈക്വൽ ടു എക്സ്. ഇവിടെ y ഈക്വൽ ടു 0 ആണ്. ഇവിടെ ആ സ്ട്രൈറ്റ് ലൈനിന്റെ പോർഷൻ ആണ് y ഈക്വൽ ടു എക്സ്. 0 ടു എക്സ് ലിമിറ്റ് കിട്ടിക്കഴിഞ്ഞു. ഇന്റഗ്രേഷൻ ചെയ്താൽ പോരെ? എന്താണ് വേണ്ടത്? ഇന്റഗ്രൽ 0 ടു എ, ഇന്റഗ്രൽ y ടു എ, എ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ എന്ന് പറയുന്നത് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഔട്ടർ ലിമിറ്റ് കോൺസ്റ്റന്റ് 0 ടു എ, ഇന്നർ ലിമിറ്റ് വേരിയബിൾ 0 ടു എക്സ്, എ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. നമ്മൾ ഓർഡർ ചേഞ്ച് ചെയ്യുമ്പോൾ ആദ്യം ഡി വൈ പിന്നെ ഡി എക്സ്. എന്താണ്? ഇന്നർ ഇന്റഗ്രേഷൻ പൂർത്തിയാക്കണം. ഇന്റഗ്രൽ 0 ടു എ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എക്സ് കോൺസ്റ്റന്റ് അല്ലേ? ഇത് എന്തുപോലെയാണ്? 1 ബൈ എ സ്ക്വയർ ടാൻ ഇൻവേഴ്സ് വൈ ബൈ എ പോലെയല്ലേ? അല്ലേ? അതായത് നമ്മുടെ ഇന്റഗ്രൽ 1 ബൈ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുലയാണ് 1 ബൈ എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എന്നാണ്. ഈ ഫോർമുലയല്ലേ? അപ്പൊ എന്ത് വരും? ഇവിടെ എ കോൺസ്റ്റന്റ് ആണ്. എ നമ്മൾ വെളിയിലാക്കി. ബൈ നോക്കുമ്പോൾ ഇവിടെ എക്സ് ആണ് കോൺസ്റ്റന്റ്. അപ്പൊ എന്ത് വരും? 1 ബൈ എക്സ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ലിമിറ്റ് 0 ടു എക്സ് പിന്നെ ഡി എക്സ്. ഇതല്ലേ പറഞ്ഞത്? ഇനി നമുക്ക് ആ ലിമിറ്റ് കൊടുക്കാം. ഇതല്ലേ? ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? എ ഇന്റഗ്രൽ 0 ടു എ. ലിമിറ്റ് കൊടുക്കുന്നത് വൈക്കാണ്. അപ്പൊ എന്ത് വരും? 1 ബൈ എക്സ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് 1 മൈനസ് ടാൻ ഇൻവേഴ്സ് 0 പിന്നെ ഒരു ഡി എക്സും കൂടെ വരും. അല്ലേ? ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞതാണ്. ടാനിന് 1 പറഞ്ഞ പൈ ബൈ 4 ടാനിന് 0 പറഞ്ഞ 0ക്കാണ്. അപ്പൊ എ ഇന്റഗ്രൽ 0 ടു എ 1 ബൈ എക്സ് ഇൻറ്റു പൈ ബൈ 4 മൈനസ് 0 ഡി എക്സ്. എന്തോ പ്രശ്നം ഒന്ന് നോക്കാം.
അപ്പൊ എന്ത് വരും? π/4 വെളിയിലാക്കാം. π/4 a. എന്താണ് ഇന്റഗ്രൽ ഓഫ് 1/x dx? 1/x ന് log x ആണ്. 1/x ന് log x ആണ്. ലിമിറ്റ് 0 to a. എന്ത് വരും? πa/4 log a മൈനസ് log 0. log 0 വേണ്ട. log 0 ആണ്. πa/4 log a എന്ന് കിട്ടും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇതാണ് ആൻസർ. ശരിക്കും ഈ ക്വസ്റ്റ്യൻ ഇവിടെ എ അല്ലായിരുന്നു, എക്സ് ആയിരുന്നു. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ഇത് ഇവിടെ എക്സ് ആണ് വരേണ്ടത്. ശരിക്കും ഈ ക്വസ്റ്റ്യൻ അവിടെ എക്സ് ആണ് വരേണ്ടത്. അവിടെ എക്സ് ആണ് വരണമെങ്കിൽ എന്താണ്? ഇവിടെ എക്സ് വരും, ഇവിടെ എക്സ് കോൺസ്റ്റന്റ് ഇതാണല്ലോ. അപ്പൊ എന്ത് വരും? ഇവിടെ ഒരു എ വെളിയെടുക്കാൻ പറ്റില്ല, ഇവിടെ ഒരു എക്സും കൂടെ വരും. എക്സും കൂടെ വരുമ്പോൾ എന്താണ്? x/x അതങ്ങ് വെട്ടിപ്പോകും. അപ്പൊ ഇനി ഇവിടെ 1/x ഇല്ല, വെറും π/4 വരുന്നുണ്ടോ? π/4. ഇനി അത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? നമുക്ക് ക്വസ്റ്റ്യൻ അങ്ങനെയല്ല, കണ്ട ഇങ്ങനെ ആയിരുന്നു എങ്കിൽ. എന്നാൽ എന്താണ്? π/4 കോൺസ്റ്റന്റ്. അപ്പൊ ഈ വെളിയിലുള്ള എ ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഇവിടെ എ ഇല്ല. എന്ത് വരും? π/4 ഇന്റഗ്രൽ ഓഫ് dx x ആണ്. ലിമിറ്റ് 0 to a. അപ്പം πa/4 എന്ന് കിട്ടും. ഇപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെങ്കിൽ ആൻസർ ഇങ്ങനെ വരും. നേരത്തെ എഴുതിയ ക്വസ്റ്റ്യൻ അനുസരിച്ച് അതിന്റെ ആൻസർ കറക്റ്റ് ആണ്. ഇവിടെ നമ്മൾ നേരത്തെ എന്താണ്? എക്സിന് വേറെ എ എന്നാണ് എഴുതിയിരുന്നത്. കുഴപ്പമില്ല. എക്സ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ വരും, എ ആണ് വരുന്നതെങ്കിൽ നേരത്തെ എഴുതിയ ആൻസർ. ഓക്കെ. ഓക്കെ, താങ്ക് യു.